സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ഡിസംബർ 24, 2023. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നതിനായി തയ്യാറെടുക്കുന്ന വേളയിൽ നാം പര്യാലോചിക്കേണ്ട പ്രധാന സന്ദേശം എന്തായിരിക്കണം? ഭഗവാൻ ഇന്ന് പ്രേമപൂർവം നമ്മെ നയിക്കുന്നു. പ്രേമസ്വരൂപരെ, ഈശ്വരൻ സനാതന ശക്തിയാണ്. അവിടുന്ന് സർവശക്തനും സർവജ്ഞനുമാണ്. കുംഭാരൻ കളിമണ്ണാൽ മൺപാത്രമുണ്ടാക്കുന്നതുപോലെ സൃഷ്ടിയുടെ കാരണവും ഫലവും അവിടുന്നാണ്. ഈശ്വരനില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അവിടുത്തെ സങ്കല്പത്താൽ ഈ പ്രപഞ്ചമുണ്ടായി. തന്റെ തന്നെ ശക്തിയുടെ ആവിഷ്കാരം അവിടുത്തെ ലീലയാണ്. അവിടുത്തെ ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും മൂർത്തീകരണമാണ് മനുഷ്യൻ. പക്ഷേ ആ മഹത്വത്തെക്കുറിച്ച് മനുഷ്യൻ അജ്ഞനാണ്. അജ്ഞാനത്തിന്റെ മേഘം ആ സത്യത്തെ മറയ്ക്കുന്നു. ആ മറ നീക്കുന്നതിനായി ഈശ്വരൻ സാധുക്കളെയും സന്യാസിമാരെയും അയക്കുകയും അവിടുന്ന് തന്നെ അവതരിച്ച് മനുഷ്യനെ തൊട്ടുണർത്തുകയും മോചിപ്പിക്കുകയും ചെയ്യുന്നു. 2000 വർഷങ്ങൾക്കു മുൻപ് ഇടുങ്ങിയ ദുരഭിമാനത്താലും വർദ്ധിച്ച അഹങ്കാരത്താലും മനുഷ്യകുലം മലിനമായ സമയത്ത് യേശു പ്രേമത്തിന്റെയും കരുണയുടെയും അവതാരമായി വന്ന് മനുഷ്യർക്കിടയിൽ ജീവിച്ച് ജീവിതത്തിന്റെ ശ്രേഷ്ഠമായ ആദർശങ്ങൾ ഉയർത്തിക്കാണിച്ചു. ഞാൻ ഈശ്വരന്റെ സന്ദേശവാഹകനാണ്. ആദ്യഘട്ടത്തിൽ യേശു പ്രസ്താവിച്ചത് ഇങ്ങനെയായിരുന്നു: അതെ, ഓരോ വ്യക്തിയും ആ വേഷം സ്വീകരിച്ച് ദിവ്യപ്രേമത്തിന്റെയും ദീനാനുകമ്പയുടെയും മാതൃകകളായി തീരണം. ഓരോ നിമിഷവും ദിവ്യപ്രേമം ഉൾക്കൊണ്ടുകൊണ്ടും ഈശ്വരനെയും അവിടുത്തെ മഹത്വത്തെയും നിരന്തരം സ്മരിച്ചുകൊണ്ടും ജീവിതം നയിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയെടുക്കുക. 1980 ഡിസംബർ 24 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.